ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണങ്ങളിൽ അനിൽ ആന്റണിക്ക് പ്രതിരോധം തീർത്ത് ബി.ജെ.പി. അനിൽ ആന്റണിക്കെതിരെയുള്ള ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്നാണ് ബി.ജെ.പിയുടെ പ്രതീക്ഷ. അതേസമയം ദല്ലാലിന്റെ ആരോപണങ്ങൾ ചർച്ചയാകുന്നത് തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് യു.ഡി.എഫ് നേതൃത്വം. ദല്ലാൽ നന്ദകുമാർ ലക്ഷ്യമിടുന്നത് അനിൽ ആന്റണിയാണെങ്കിലും ആരോപണ ശരങ്ങൾ പതിച്ചത് എ.കെ. ആന്റണിയിൽ. ആന്റണി പ്രതിരോധ മന്ത്രിയായിരിക്കുമ്പോൾ അനിൽ ആന്റണി നിയമനത്തിന് പണം വാങ്ങിയെന്നായിരുന്നു ആരോപണം അനിൽ ആന്റണി നിഷേധിച്ചെങ്കിലും ദല്ലാൽ പിന്മാറിയിട്ടില്ല. ഇതോടെ അനിൽ ആന്റണിക്ക് പ്രതിരോധമുയർത്തി ബി.ജെ.പി. നേതാക്കൾ രംഗത്തെത്തി. ബി.ജെ.പിയുടെ എൻ.ഡി.എയുടെ വിജയസാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രൂപത്തിലുള്ള പല പ്രചരണങ്ങളും വരും. ഞാൻ പറഞ്ഞല്ലോ, ഇനി അതൊന്നും കേരളത്തിലെ വോട്ടർമാർ ചെവിക്കൊള്ളാൻ വേണ്ടി പോകുന്നില്ല. ഇതുപോലത്തെ ആരോപണം ആർക്കാ ഉന്നയിക്കാൻ സാധിക്കാത്തത്? ദല്ലാലിന്റെ ആരോപണങ്ങളിൽ എ.കെ. ആന്റണി മൗനം തുടരുകയാണ്. പി.ജെ. കുര്യാനും ഉമ്മാ തോമസും പ്രതികരിച്ചെങ്കിലും വിഷയം കൂടുതൽ ചർച്ചയാകുന്നത് തിരിച്ചടിയാകുമെന്നാണ് നേതൃത്വത്തിന്റെ ആശങ്ക. വിവാദങ്ങളിൽ വ്യക്തമായ പ്രതികരണം നൽകാതെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഒഴിഞ്ഞുമാറി. അതെന്താ, അയാൾ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയല്ലേ, അയാൾ കോൺഗ്രസിനെതിരായിട്ട് ബി.ജെ.പിക്കെതിരെ വിമർശിക്കാൻ പറ്റും? ആകെ ഞാൻ കേട്ടു, അല്ലെങ്കിൽ ഞാനെന്ത് മറുപടി പറയാം? അനിൽ ആന്റണിയുടെ പ്രതികരണങ്ങളിൽ പ്രകോപിതനായ ദല്ലാൽ നന്ദകുമാർ വരും ദിവസങ്ങളിൽ പുതിയ ആരോപണങ്ങളുമായി രംഗത്തെത്തുമെന്നാണ് സൂചന. ദല്ലാലിന്റെ ആരോപണങ്ങളിൽ നേതാക്കൾ പ്രതികരിച്ചില്ലെങ്കിലും പരമാവധി പ്രചരിപ്പിക്കാനാണ് ഇടതു ക്യാമ്പിന്റെ നീക്കം. റിപ്പോർട്ടർ, കൊച്ചി.